ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് ചാലിയത്താണ്. ചാലിയം ബീച്ചിലാണ്. സനിക്കാക്ക് വളരെ തീവ്രമായ ഒരു ആഗ്രഹമായിരുന്നു മീൻ പിടിക്കണം എന്ന്. അപ്പോൾ ഞാൻ എന്തിനു സമ്മതിക്കാതിരിക്കണം? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള ഒരു കാരണവും ഞാൻ ഒഴിവാക്കാറില്ല. അപ്പം സനിക്കാക്ക് ഞാനും ലെലുസും രാവിലെ തന്നെ എണീച്ചിട്ട് മീൻ പിടിക്കാൻ വന്നതാണ്. എല്ലാ ഞായറാഴ്ചയും പറയും നമുക്ക് മീൻ പിടിക്കാൻ പോകണം എന്ന്. പക്ഷേ നമുക്ക് ചില സാങ്കേതിക ഇഷ്യൂസ് കാരണം നമുക്ക് വരാൻ പറ്റാറില്ല. പക്ഷേ നമ്മൾ ഭയങ്കര ലക്ഷ്യമിട്ട് വന്നതാണ്. എന്തായാലും മീൻ പിടിക്കും, മീൻ കിട്ടും, മീൻ വെച്ചിട്ട് കറി വെക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നതാണ്. കറി വെക്കാൻ കിട്ടിയില്ലെങ്കിലും അട്ടേന് ഒന്ന് കിട്ടിയാൽ മതി. പാവാണ്, ഭയങ്കര പരിശ്രമമാണ്. കാണിച്ചു തരാം. ഇറങ്ങി പോകുന്നു. പാവ സനിക്കാക്ക, കിട്ടിയാ മതി. മീൻ പിടിക്കുമ്പോ നമുക്ക് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. മീൻ പിടിക്കലേക്ക് ശ്രദ്ധിക്ക്, ആൾക്കാരെ നോക്കല്ലേ. ലെലുസിനെ ഉറക്കപ്പിച്ചാണ്, പിടിച്ച് ഉണർത്തിയതാ. ലെലുസ് ആൾക്കാരൊക്കെ കാണാം. രാവിലെ ഒരുപാട് ആൾക്കാരുണ്ട് നടക്കാൻ. ലെലുഷേ മോളെ, പോക്ക് ഭയങ്കര ബേജാറുണ്ട്. ഓളെ അബ്ബ ഇവിടെ മീൻ പിടിക്കുന്നുണ്ട്. അബ്ബനെ നോക്കി നിൽക്കാം. സ്നേഹണ്ട് അബ്ബനോട് സ്നേഹണ്ട്. ആട്ടുണ്ടോ? ഓള് എപ്പോഴും രാത്രിയാണ് വരുന്നത്. നമ്മള് രാത്രി ഒക്കെ വരുമ്പോൾ ഇങ്ങനെ ഈ ബോട്ടൊന്നും ഇങ്ങനെ കാണില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ബോട്ടൊക്കെ ഇങ്ങനെ പോണതൊക്കെ, സൗണ്ടൊക്കെ സൗണ്ടൊക്കെ കേൾക്കുന്നതും ബോട്ടൊക്കെ കാണുന്നതും. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് ആ മുഖത്ത്. എന്നൊക്കെ പറഞ്ഞ് മോളുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്താ മോളെ വെള്ളത്തിൽ കൂടെയൊക്കെ പോണ ജന്തു? എന്താണാ പോണത്? എൻ്റെ കുട്ടീനെ ഒരു ദിവസം ഈ പോണ ഈ വണ്ടിയിൽ കയറ്റണം. വാവ്, നല്ല രസമുണ്ടല്ലേ അത് കാണാന് മോളെ. ദൂരേന്നൊരു ബോട്ടത് വരുന്നത് കണ്ടോ ലെലുഷേ? സംഭവത്തൊക്കെ കാണാനല്ല രസം. അതൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് രാവിലെ പൊതിച്ച് മൂടി കിടന്നുറങ്ങുമ്പോൾ ഇതൊക്കെ നമുക്ക് മിസ്സാവാണ്. പക്ഷെ ഞാൻ കിടന്നുറങ്ങണ കൂട്ടത്തിൽ തന്നെയാണ്. പക്ഷെ തനിക്കാക്ക വന്നതിൻ്റെ ശേഷം അങ്ങനെ പിടിച്ച് ഉറങ്ങാൻ സമ്മതിക്കലില്ല. അധിക ദിവസങ്ങളിലും ഇങ്ങനെ എന്തേലൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുവരും. അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. എന്താ കെട്ട ചൂണ്ട മാത്രം കിട്ടിയിട്ടുള്ളൂ? വികല്ലേ കിട്ടുവോ? ശ്രമിച്ചോളൂ. ഒരു ശ്രമം എവിടെയും പരാജയപ്പെടൂല. ആൾക്കാരൊക്കെ എന്നെ നോക്കാണ് രാവിലെ തന്നെ. ഇപ്പൊ എന്നെന്താ വന്ന് ഫോണും വെച്ച് കല പറയണെന്നിട്ടാവും നോക്കണ്. ലെലുസ് ആ സൗണ്ടാണ്. എന്താ മോളെ പോണത്? സൂപ്പർ ആയിക്കണില്ലേ ലെലുസ്? എന്താ പോണേ? പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ, ദൂരേന്ന് വരുന്ന ബോട്ടുകളൊക്കെ കാണാൻ. ഏഴ് മണിക്ക് എങ്ങാനോ തുടങ്ങിയ ചൂണ്ടടല്ല, ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ 8:30 ആവാനായി. ഇപ്പൊ സനിക്കാക്ക് ക്ഷമ വേണം, ക്ഷമ ഉണ്ടെങ്കിലേ മീൻ കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ചൂണ്ടടാൻ കൊണ്ടുവന്നിന് മീനിന് തൽക്കാലം വെള്ളത്തിൽ ഒഴിച്ചെടുത്തിക്കാണ്ട് മീനിന് കൊണ്ടുവന്നതൊക്കെ മീനിന് ഇട്ടെടുത്തിട്ട് നമ്മളെ യുദ്ധം അവസാനിപ്പിച്ചിരിക്കുകയാണ്. പിന്നെ നമ്മളില്ലാണ്ട് നിങ്ങളോട് ഞാന് വിശക്കുണ്ടെന്നോ ബാത്റൂമിൽ പോണോണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാനും മോളും ഇവിടെ അടങ്ങി കുത്തിരിക്കും. മൂപ്പരെ കിട്ടാത്തതിന്റെ കിർക്ക് പറയാണ്. അപ്പൊ നമ്മളെ ചൂണ്ടടൽ പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഒന്നും നടക്കൂല. നമ്മൾ തോറ്റ് പിന്മാറി പോവുകയാണ്. പക്ഷെ നമ്മള് പിന്നെ ഒരു ദിവസം വരും. നമ്മള് കസിൻസുകളൊക്കെ കൂട്ടി നമ്മളൊരു ദിവസം വരും. ഇപ്പൊ നമ്മൾ ഒറ്റക്കായോണ്ട് ചെക്കന്മാരെ കൂട്ടി നമുക്കൊരു വരത്ത് വരാം.
എല്ലാരും കൂട്ടിക്കാണ്ട് വരാം. അപ്പൊ പിന്നെ മോളെ നോക്കാനൊക്കെ ആളുണ്ടാവുമല്ലോ. അടങ്ങിയിരിക്കടി. അപ്പൊ നമ്മളെ മീന് കിട്ടിയില്ല. അപ്പൊ നമ്മള് ചായ കുടിച്ചിട്ട് വീട്ടിലേക്ക് പോവാന്നുള്ള പരിപാടി ആയിട്ട് നേരെ ചാലിയത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. പക്ഷെ ഇവിടെ ഇറങ്ങിയപ്പോ അവിടെ ഒറ്റ ചായപ്പിടിയില്ല. ഇനിയിപ്പോ നമ്മള് തിരിച്ച് നമ്മള് പോവാനുള്ള പരിപാടിയാണ്. പോകുന്ന വഴിക്ക് ഇനിയെങ്കിലും നമ്മൾ ചായ കുടിക്കുന്നതാണ് ഗൈസ്. ഫിലൂസ് ഭയങ്കര ആത്മാർത്ഥമായിട്ട് നോക്കുന്നുണ്ട്. എനിക്കൊക്കെ നല്ല നോട്ടാ, കാണുന്നില്ല ആളെ. അപ്പം നമ്മളെ മീൻപിടുത്തൊക്കെ ഫെയിലായി. അപ്പം നമ്മളിനി ഫുഡ് ടൈപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി ടൗണിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. പരിപാടി പ്രത്യേകിച്ച് അവിടെ ഫംഗ്ഷനും കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ച് പോവാണ്. സൺഡേ അല്ലേ, അപ്പോൾ വെറുതെ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ ബോറടിച്ചിട്ട് അങ്ങനെ ഇറങ്ങാം നമ്മൾ. അപ്പം നമുക്ക് ബാക്കി വീഡിയോയിൽ കാണാം. സനക്കാക്ക മീന് കിട്ടാത്ത വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുക. സനക്കാക്ക നിങ്ങൾ കരിയാ ശരി, കോഴിക്കോട് ബീച്ചിലൊക്കെ പോയിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങി തന്നാ വിഷമണ്ട് മാറിക്കോളും. അങ്ങനെ സനിക്കാക്കതാ വിഷമം മാറ്റാൻ വേണ്ടി നമ്മുടെ തക്കാരത്തിലേക്ക് വന്നിരിക്കുന്നു. ഇവിടെ ഇരുന്നതാ സൂര്യാസ്തമയം കണ്ട് ഇങ്ങനെ ഇരിക്കുക. നല്ല രസണ്ടേ? സൂര്യാസ്തമയം മാത്രം നോക്കുക, വേറെ ഒന്നും നോക്കരുത്. ഇത് ലേലൂസിനുള്ള കേക്കാണ്. ലേലൂസിന് ആ കേക്കാണ് നമ്മൾ കൊടുക്കണേ. ലേലൂസ് ഇതാ ഫുഡ് കഴിക്കാൻ റെഡി ആയിട്ടിരിക്കണേ അപ്പൻ്റെ മടിയില്. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടിരുന്ന വെള്ളമാണ് ഓക്കയിലേക്ക് കൊടുക്കല്. പുറത്തുനിന്നൊന്നും വാങ്ങി കൊടുക്കാറില്ല. ചായയൊക്കെ കുടിച്ചു. ഇനി അടുത്തെന്താ അവർക്ക് സെനിക്കാക്ക പോണേ? സെനിക്കാക്ക അടുത്തെന്താ പരിപാടി? ഇവിടെ ഇരിക്കാം. എന്നിട്ട് ഇവിടെ ഇരുന്ന സമയം പോണത് അറിയില്ല. സണ്ണിനെ കാണുന്നില്ല. അപ്പൊ സണ്ണ് പോയി. ഇപ്പൊ എന്തേലും വാങ്ങൊടുത്തുണ്ടാവും അല്ലേ? ലിലുസേ ലിലുസേ മോളോ, സണ്ണ് പോയി എന്നുള്ളത് ക്യാമറയുടെ ക്ലാരിറ്റി കണ്ടാൽ തന്നെ മനസ്സിലാവും. കടലിൽ കാണല്ലേ? അത് മൂപ്പരെന്നും വരും, മൂപ്പരെന്നും പോപ്പ്. എന്ത് പ്രത്യേകത, നമ്മളെന്നും കാണല. നമ്മളെ ആ ചാവിന്റെ അത് കണ്ണ് കുത്തി. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലാണ് ഗൈസ്. നമ്മൾ ലേലൂസിനെ ട്രെയിനിൽ കയറ്റാൻ വേണ്ടി പോവാണ്. അപ്പൊ ട്രെയിൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മള്. ഇപ്പൊ ട്രെയിൻ ഇവിടെയാണ് ട്രെയിനിന്റെ സ്റ്റേഷൻ എന്നാ പറഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇരിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് നമ്മൾ കാത്തിരിക്കണം. ആ സെക്കൻഡ് ഞങ്ങൾ മോൻ നോക്കിയിട്ടില്ല. ആ പോണ സെക്കൻഡ് ലേലൂസ് ഫീഡ് ചെയ്യാൻ വേണ്ടി പോയിട്ടത് ആ സെക്കൻഡ് നോക്കി കുത്തിക്കുക. ഒന്ന് പാലും ശരി. ലേലൂസ് അതിൽ കയറിയാൽ കരയോ എന്നുള്ള നല്ല പേടി. വെറുതെ ആ പൈസ കൊടുത്ത് അതിൽ കയറിയിട്ട് ഓളായിരുന്നു ആർക്കാല് ഓടാൻ കഴിയില്ല. ഇറങ്ങി ഓടാൻ പോലും കഴിയില്ല. അതുകൊണ്ട് കയ്യിൽ കയറണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് അവളെ കയറ്റുന്നതായിരിക്കും ബെറ്റർ. നാട്ടുകാർ വിചാരിക്കും ഈ കുട്ടീനെ എന്താ നിങ്ങൾ ഇങ്ങനെ എടുത്തത്. ഈ കുട്ടി ഇങ്ങനെയൊക്കെ തന്നെയാണ് ഗൈസ് കിടക്കുക. അത് ഈ കുട്ടിന്റെ ഒരു പ്രത്യേക കഴിവാണിത്. ഇങ്ങനെയൊക്കെ കിടക്കുള്ളൂ. മര്യാദയ്ക്ക് നമുക്ക് എടുക്കാൻ അറിയാത്തതുകൊണ്ടല്ല, ഓള് മര്യാദയ്ക്ക് ഇരിക്കൂല. ഓൾ ഇങ്ങനെയൊക്കെ ഉള്ള സാഹസികങ്ങൾ കാണിക്കും. ഇവിടെ എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. കാരണം ഈ ചേച്ചി അതിൽ വലിയൊരു പരിപാടി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അതൊന്ന് കാണട്ടെ മോളെ. വേണ്ട, നമ്മള് ലേലൂസിനൊന്ന് ഫ്രഷ് ആക്കാൻ വേണ്ടി വന്നതാണ്. ലേലൂസിന്റെ പമ്പേഴ്സ് നമ്മൾ എടുക്കാൻ മറന്നുപോയ. അപ്പോൾ സനിക്കാക്ക പമ്പേഴ്സ് മേടിക്കാൻ വേണ്ടി പോയതാ. അപ്പൊ നമ്മളിങ്ങനെ അപ്പനെ കാത്ത് നിൽക്കാൻ. ഹൈലൈറ്റ് മാളിലെ യുദ്ധത്തിനൊടുവിൽ നമ്മൾ വീട്ടിലേക്ക് പോവാനുള്ള തീരുമാനമായി. സമയം 9 മണിയായി. നമ്മൾ വീട്ടിലേക്ക് പോവാണ്. കാരണം നമ്മൾ എവിടെയൊക്കെ തെണ്ടി തിരിഞ്ഞ് നടന്നാലും നമ്മൾ 10 മണിയൊക്കെ ആകുമ്പോഴത്തേന് വീട്ടിൽ റിപ്പോർട്ട് ചെയ്യും.
ബിക്കോസ് വീട്ടിൽ ഡാഡിക്കും മമ്മിക്കും ഉറക്കം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നേരത്തെ വീട്ടിലേക്ക് പോകും. 10 മണി വരെയുള്ള കറക്കം തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വേറെ എവിടേക്കെങ്കിലൊക്കെ പോവുകയാണെങ്കിൽ നൈറ്റ് ഓടി സ്റ്റേ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ഓവർ ടൈമൊക്കെ നിൽക്കുള്ളൂ. അല്ലാണ്ട് അവരെ വീട്ടിലുള്ളവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കാറില്ല. അതുകൊണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാം. ഇങ്ങനെ ലൈലൂസിൻ്റെ അന്തരീക്ഷമൊക്കെ മാറിക്കണ്. അപ്പോൾ അടുത്തത് ഇനി ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടി. ഫൈനലി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ നാട്ടിലേക്ക് ഇറങ്ങിയതാണ്. നമ്മൾ ഇപ്പോൾ കറൻ്റ്ലി ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കാറുള്ളത്. കാരണം ഈ പുറത്ത് ഈ വ്യൂ ഉള്ളതുകൊണ്ട് ലൂസ് അടങ്ങിയിരിക്കും. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കാറുണ്ട്. അപ്പം ഇന്നത്തെ നമ്മളെ പ്രയാണം കഴിഞ്ഞപ്പോഴത്തേക്ക് ലേലൂസ് ഉറങ്ങി. അപ്പോൾ ഇന്നലെ നമ്മളെ ഡൈൻമേ ലൈഫിൻ്റെ ബാക്കി വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ വീട്ടിലെത്തിയപ്പോഴേക്ക് നല്ല ലേറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഫുഡ് കഴിച്ച് അവിടെ ഭയങ്കര ലേറ്റാണ്. ഫുഡൊക്കെ സെർവ് ചെയ്യാനും ഭയങ്കര ലേറ്റാണ്. പിന്നെ സൺഡേ ആയതുകൊണ്ട് തന്നെ കൂടുതൽ നല്ല റഷുണ്ട്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് വീട്ടിലെത്തിയപ്പോഴേക്കും നല്ല ക്ഷീണം ഉണ്ടായി. നേരെ വന്ന് കിടന്നുറങ്ങി. അപ്പം നമ്മളെ ഡൈൻമേ ലൈഫിൻ്റെ വീഡിയോ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.